ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം ഞാൻ വെക്കേഷനായിരുന്നല്ലോ, ഖത്തറിൽ നിന്ന് വന്ന് വെക്കേഷനായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല എൻ്റെ ലീവ് കഴിഞ്ഞിട്ട്, കാരണം വാർ ഇഷ്യൂസൊക്കെ ആയിരുന്നു. പിന്നെ ലീവൊക്കെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ഫൈനലി ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ ഖത്തറിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ എയർപോർട്ടിനടുത്തായിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ എൻ്റെ മുറി, ഞാൻ എടുത്ത മുറി. നല്ല റൂമായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ റേറ്റ് പറയുവാണെങ്കിൽ റൂമിൻ്റെ റേറ്റ് 1000 രൂപയുള്ളായിരുന്നു. നമ്മുടെ എയർപോർട്ടിൻ്റെ ആ മെയിൻ അത്താണി ജംഗ്ഷനിൽ തന്നെ ആയിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ കണക്ഷൻ ഫ്ലൈറ്റാണ്. നമ്മളിവിടുന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്ന് രാവിലെ 8:30ക്കാണ് ഫ്ലൈറ്റ്. പിന്നെ ഒമാനിൽ ചെന്നിട്ട് 12 മണിക്കൂർ എനിക്കവിടെ സ്പെൻഡ് ചെയ്യണം, കാരണം കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ ഒമാൻ എയർ ആണ് ഫ്ലൈറ്റിൻ്റെ പേര്. പിന്നെ ഒമാനിൽ നിന്ന് ഖത്തർ എയർവേസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് 12 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു റെഡിയാണ്, ഗെറ്റ് റെഡിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ, സിറോ ഒക്കെ അപ്ലൈ ചെയ്തു, ഫേസൊക്കെ സൺസ്ക്രീമൊക്കെ ഇട്ടു. അങ്ങനെ ഞാൻ റെഡിയായി. ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ്. ഞാൻ ഏപ്രിൽ 10-ാം തീയതിയാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഏപ്രിൽ 10-ാം തീയതി ടിക്കറ്റ് എടുത്തു. 10 ദിവസം മുമ്പേ ടിക്കറ്റ് എടുത്തു. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 44,000 രൂപയാണ്. കാരണം ഈ സമയത്ത് നല്ല റേറ്റാണ്. ഈ ഒമാൻ എയറും ഖത്തർ എയർവേസും ഒക്കെ ഉള്ളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ടൈമിൽ. പിന്നെ ബാക്കിയുള്ള ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസലാണ്, ഇൻഡിഗോ ആയാലും എയർ ഇന്ത്യ എക്സ്പ്രസ് ആയാലും. സോ അതുകൊണ്ട് ഞാൻ 10 ദിവസം മുമ്പേ ടിക്കറ്റ് എടുത്തതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ എല്ലാവർക്കും, വാർ ഇഷ്യൂസൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. പിന്നെ രാവിലെ ഞാൻ ഒരു ഏത്തക്ക കഴിക്കുവാണ്. ഞാൻ തലേദിവസം പുറത്ത് പോയി ഏത്തക്ക വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽസ് ഒന്നും ഓപ്പൺ അല്ല. അത് കാരണം ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാതെ കഴിച്ചു. ഈ ഒരു ഏത്തക്ക കഴിച്ചു, എൻ്റെ വയറ് കുറച്ച് നേരത്തേക്ക് നിറഞ്ഞു. ഗൈസ്, ഇതാണ് ഞാൻ കൊണ്ടുവന്ന ലഗേജ്. ഇത് ഖത്തറിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. 99 റിയാലാന്ന് തോന്നുന്നു. സഫാരി മോളിൽ നിന്ന് വാങ്ങിച്ചത്. നല്ല പെട്ടിയാട്ടോ, നമ്പർ ലോക്കാണ് ഇത്. അങ്ങനെ ഞാൻ തലേദിവസം റാപ്പ് ചെയ്തതാണിത്. ഇതാണ് എൻ്റെ ഉള്ളൊരു വ്യൂ. ഈ ബാഗും ഈ കഴുത്തെ ഇട്ടേക്കുന്ന ബാഗും ഞാൻ ഖത്തറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഹാൻഡ് ബാഗ് അന്ന് വാങ്ങിച്ചതാണ്, പക്ഷെ അത് ഉപയോഗിച്ചു. അതെ, രാത്രിയല്ലല്ലോ, വെളുപ്പിനെയായി. ഞാൻ ഒരു ഊബറിലാണ് ഞാൻ പോകുന്നത്. ഊബറൊക്കെ ബുക്ക് ചെയ്തു. നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. ഹോട്ടൽ സർവീസ് ആ ജംഗ്ഷനിൽ തന്നെ. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്, പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം എയർപോർട്ടിൽ വരാനൊന്നും ആരുമില്ല, വീട്ടിൽ നിന്നൊക്കെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ആരും വരണ്ട, കസിൻസൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, വരണ്ട, ഞാൻ തന്നെ പോയിട്ട് വരാം. വന്നു കഴിഞ്ഞാലും അത് മാത്രമല്ല, രാവിലെയാണ് ഫ്ലൈറ്റ് കേട്ടോ, 8:30ക്ക്. അപ്പോൾ അതിന് മുമ്പേ രാവിലെ പോയിട്ട് തിരിച്ച് അവർക്ക് പോകുന്ന ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു വേണ്ട, ഞാനങ്ങ് പൊക്കോളാം, നോ ഇഷ്യൂ. സോ കണ്ടില്ലേ നമ്മുടെ കൊച്ചി എയർപോർട്ട്. ഞാൻ കൂടുതലും യാത്ര ചെയ്തിട്ടുള്ള കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു ഇറങ്ങിയത്. പക്ഷേ ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ അടുത്താണ്. പിന്നെ ടിക്കറ്റ് നോക്കിയപ്പം ട്രിവാൻഡ്രത്തു നമ്മൾ ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ റേറ്റ് കുറവ് കൊച്ചി ടു ദോഹ ബുക്ക് ചെയ്യുമ്പോഴാണ് റേറ്റ് കുറവ് കേട്ടോ. അതുകൊണ്ട് ആണ് ഞാൻ കൊച്ചി പ്രിഫർ ചെയ്തത്. അല്ലെങ്കിൽ ട്രിവാൻഡ്രം തന്നെ ആയിരിക്കും ചേർക്കുന്നത്. കാരണം ലോങ് ഡ്രൈവ് ഇങ്ങനെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇത്രയും മണിക്കൂറൊക്കെ യാത്ര ചെയ്ത്. ഞാൻ കുറച്ച് നേരം ഫുഡ് കോർട്ടിൻ്റെ അടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 100-300 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാനായിട്ട് ഞാനൊരു ഹെയർ കണ്ടീഷണർ വാങ്ങിച്ചു കേട്ടോ. ഇതെന്തോ 300 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ്, 374 എന്തോ. കാരണം എൻ്റെ ഇന്ത്യൻ കറൻസി ഇരിക്കില്ല, പിന്നെ അത് യൂസ് ആകത്തില്ല, 2 വർഷം കഴിഞ്ഞിട്ടേ യൂസ് ആകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് വാങ്ങിക്കാമെന്നു ഒരു ഹെയർ കണ്ടീഷണർ. എൻ്റെ കണ്ടീഷണർ ആണെങ്കിൽ തീരാറായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. പക്ഷേ ഇവിടെ വന്ന് യൂസ് ചെയ്തപ്പോഴാണ് അതൊരു നല്ല പ്രോഡക്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കെരാറ്റിൻ്റെ കണ്ടീഷണറാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഇനി വാങ്ങിക്കണം എനിക്ക്. ഇത് അത്രയും ഞാൻ വാങ്ങിച്ചോളാം. ഇതാണ് ഞാൻ പോകുന്ന ഫ്ലൈറ്റ്. ഉംറയ്ക്ക് പോകുന്ന കുറേ പേരുകളൊക്കെ ഉണ്ടായിരുന്നു തീർത്ഥാടനത്തിന്. അങ്ങനെ ഞാൻ നമ്മുടെ ഒമാൻ എയർ ഫ്ലൈറ്റിലേക്ക് പോവാണ്. ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സൂപ്പർ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഞാൻ ഇത്രയും നാൾ യാത്ര ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു ഫ്ലൈറ്റ് സർവീസായിരുന്നു ഒമാൻ എയർവേസിൻ്റെത്. കാരണം അതിനകത്തില്ലാത്ത ഫെസിലിറ്റീസ് ഇല്ല. നമുക്ക് ഹെഡ്ഫോൺ ഉണ്ട്, മൂവീസ് കാണാം,
നല്ല ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് അതിനുള്ളിൽ. മറ്റേ ഈ ബാക്കിയുള്ള ഇൻഡിഗോ എയർലൈൻസിൻ്റെ കൂട്ട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതല്ല. നമുക്ക് വിശാലമായിട്ട് അവിടെ നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒതുങ്ങി റെഡിയായിട്ടൊന്ന് കംഫർട്ടായിട്ടിരിക്കാം കേട്ടോ. നല്ലൊരു ഫ്ലൈറ്റായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു. ഞാൻ കാണിക്കാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫുഡ്. ഞാൻ പിന്നെ ഒരു ലവ്ലി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു കേട്ടോ. 2-3 മലയാളം പടം ഉണ്ടായിരുന്നു. ഞാൻ ആ സിനിമ കാണുന്നതല്ല, ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് സിനിമയെ കാണുന്നത്. ഇതൊരു ഈച്ചയുടെ കഥയായിരുന്നു കേട്ടോ ഈ സിനിമ. അങ്ങനെ സിനിമയെ കണ്ട് പിന്നെ നമ്മുടെ ഫുഡൊക്കെ വന്ന് എയർ ഹോസ്റ്റസും ഒക്കെ വന്ന് ഫുഡ് സെർവ് ചെയ്തു. ഫുഡിനകത്തെന്ന് വെച്ചാൽ നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു, മുസാമ്പി ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബണ്ണുണ്ടായിരുന്നു, പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് അല്ല സോറി ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാക്കറ്റ് ഉണ്ട്, ഫുഡ് പാക്കറ്റ്, സോയാ സോസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഒമാൻ എയർവേസിൻ്റെ. പിന്നെ മുട്ട ചിക്കിയതായിരുന്നു കേട്ടോ. പിന്നെ സാൾട്ട് പെപ്പർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു, എനിക്ക് വയറ് നിറഞ്ഞു. ഞാനങ്ങനെ ഒമാൻ എയർപോർട്ടിലേക്ക് എത്തി. കണ്ടോ, നമ്മുടെ ഒമാൻ എയർപോർട്ടാണ്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കണക്ട് ചെയ്തോളും, ചേഞ്ച് ചെയ്തോളും. പിന്നെ ഒരാശ്വാസം, ഒമാൻ എയർപോർട്ടെന്ന് പറയുമ്പം അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. നല്ല എയർപോർട്ടായിരുന്നു. എനിക്കിവിടെ 12 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കാരണം 12 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് അടുത്ത ഫ്ലൈറ്റ്. രാത്രി 10:45 എന്തോ ഖത്തർ എയർവേസിൻ്റെ ടൈം കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം എനിക്ക് 12 മണിക്കൂർ. അതായത് വെളിയിലോട്ടുള്ള ഒരു വ്യൂ ആണ് എയർപോർട്ടിൻ്റെ ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്ന. ഒമാൻ എയർപോർട്ടിൻ്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് വിശന്നപ്പം എൻ്റെ കയ്യിൽ 5 റിയാൽ ഒമാനി റിയാൽ ഞാൻ കറൻസി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിശന്നപ്പോൾ അടുത്തുള്ള ഒരു കടയിൽ പോയി, ഷോപ്പിൽ പോയിട്ട് ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല ഫുഡായിരുന്നു. പൊറോട്ട 2 പൊറോട്ടയും പിന്നെ അതുപോലെ ഒരു ചിക്കൻ കറിയും. അതെന്തോ 1.something എന്തോ റിയാലാവും, ഒമാനി റിയാൽ. അപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. പക്ഷെ ഒരു പൊറോട്ട എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വാങ്ങിച്ചില്ല, കാരണം ഒരു സെറ്റിനകത്ത് 2 പൊറോട്ടയേ ഉള്ളൂ. അത് കാരണം ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ആ 2 പൊറോട്ടയും ചിക്കൻ കറിയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിച്ചു. ഇതാണ് നമ്മുടെ പൊറോട്ട പാക്ക് ചെയ്ത് വെൽ പാക്കഡ് അവർ തരുന്നത് കണ്ടോ. പിന്നെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ. പിന്നെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലോട്ട് പോയി. കണ്ടില്ലേ, പെർഫ്യൂംസൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. വാങ്ങിച്ചില്ല, കാരണം വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ കറൻസി ഒന്നും അധികം വെച്ചിട്ടില്ലായിരുന്നു. അറിയാമല്ലോ, 5 റിയാലെന്ന് പറയുമ്പം രണ്ടത്തെ ഒരു 1400 രൂപ അങ്ങനെ വെച്ച് മാറിയാണ് കറൻസി. എക്സ്ചേഞ്ചിൽ പോയിട്ട് മാറിയാണ് കേട്ടോ. പിന്നെ കറൻസി മാറിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടൂരാണ് മാറിയത്. അടൂർ മുത്തൂറ്റിലായിരുന്നു പോയി മാറിയത് കേട്ടോ. അവിടുന്ന് തന്നെ കിട്ടി. കുറേ ഡോക്യുമെൻറ്റേഷൻ വർക്കുണ്ട് കറൻസി മാറുന്നതിന്. നമ്മൾ അങ്ങോട്ട് പോയി പെട്ടെന്ന് മാറുക എന്നുള്ളതല്ല. നമ്മുടെ പഴയ വിസയും അതുപോലെ പാസ്പോർട്ടും പഴയ എക്സ്പയർ ആയ പാസ്പോർട്ടും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. പാൻ കാർഡും ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തിട്ടേ നമുക്ക് കറൻസി കിട്ടത്തുള്ളൂ. അപ്പം മുത്തൂറ്റ് അവരുടെ ഒരു സർവീസായിരുന്നു എനിക്ക് കറൻസിയൊക്കെ പെട്ടെന്ന് തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും വിശന്നു. പിന്നെ ഞാൻ KFC എടുത്ത് പോയി. KFC പോയിട്ട് 3.something എന്തോ ആയി റിയാൽ ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ അതും കഴിച്ചു. പിന്നെ ടാക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്ത്. അവിടെയൊക്കെ വൈഫൈ ഫ്രീ ആയതുകൊണ്ട് സമയം പോയത് അറിയില്ല. 12 മണിക്കൂർ എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അങ്ങനെ സമയം കളഞ്ഞു. ഫൈനലി ഞാൻ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. 10:45 ആയി കേട്ടോ ടൈം. ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റാണിത്. ഇത് നമ്മുടെ ഖത്തർ എയർവേസിൻ്റെ ഇൻസൈഡ് വ്യൂ ആണ്. ക്യാബിൻ ക്രൂ ഒക്കെ വളരെ നല്ല ഒരു സർവീസായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സർവീസ് എന്ന് വെച്ചാൽ ഒമാൻ എയർവേസിൻ്റെ ക്യാബിൻ ക്രൂ സർവീസായിരുന്നു കേട്ടോ. ഖത്തർ എയർവേസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഖത്തർ എയർവേസിൽ ഫ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ അതിൽ നിന്നങ്ങ് സാധിച്ച്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഖത്തർ എയർവേസിൻ്റെ ഫുഡ്. അങ്ങനെ ഞാൻ ഖത്തർ എയർവേസിൽ
ഫ്ലൈറ്റിൽ കയറി ഖത്തർ എയർപോർട്ടിലേക്ക് വന്നു ഗായ്സ്. ഇപ്പോൾ സമയം 12:10 കേട്ടോ, വെളുപ്പിന് 12:10. അപ്പോൾ ഇനി എന്നെ കമ്പനിയിൽ നിന്ന് ആൾ വരും വിളിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വ്ളോഗായിട്ട് വരുന്നവരൊക്കെ ബൈ ബൈ ഗായ്സ്.